welcome to our family. Hello guys, welcome to our family. Yes guys. അപ്പം ഇന്ന് എനിക്കല്ല തന്നെയല്ലേ, അപ്പം നമ്മൾ തിരിച്ചല്ല കൊടുക്കാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, ആ ഇല ഒരിക്കലും എനിക്ക് തിരിച്ചു വരാൻ പാടില്ല. ആ ഇല ഒരിക്കലും എനിക്ക് തിരിച്ചു വരാൻ പാടില്ല. ഓക്കെ കുഞ്ഞാപ്പി. അപ്പൊ ഗൈസ് ഞാൻ എടുക്കാൻ പോവാണ്. അപ്പൊ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തോ ഒരു പണി എനിക്ക് തരാൻ പോവാണ് ഗായ്സ്. അവന്റെ വീടിന് പുറത്തോട്ട് പോയാണ് ആള്. എന്താന്ന് അറിയാൻ പാടില്ല. ഞാൻ കണ്ടുപോണു ഗായ്സ്, എങ്ങാട് പോണെന്ന് അറിയാൻ പാടില്ല. ആ ബാത്റൂമിൽ പോയി എടുക്കാനായിരുന്നാ? രാവിലെ തന്നെ. അല്ല കുഞ്ഞോ, അതെ പുറത്തോട്ടേക്ക് പോയാണ്. എന്തെടുക്കാൻ പോയെന്ന് അറിയാൻ പാടില്ല. അമ്മ പുറത്തോട്ട് പോയി. അപ്പൊ ഗായ്സ്, എന്തോ ഒരു പണി ആലോചിച്ചാണ് പോയേക്കണത് ഗായ്സ്. അപ്പം എന്താണെന്ന് അറിയാൻ പാടില്ല. പുള്ളിയുടെ കയ്യിലിരിപ്പ് ഇത്തിരി മോശമായതുകൊണ്ട് ഞാൻ പണി കൊടുത്തോണ്ട് എനിക്ക് എന്തെങ്കിലും നല്ലൊരു പണി തരാനായിരിക്കും പോണത്. പുള്ളി പോയി പുറത്തൊക്കെ നോക്കണ്ട എന്താ സംഭവം എന്ന് മനസ്സിലായില്ല എന്താണെന്ന്. പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റൂല ഗായ്സ്, അവന് ദൂരെ. അപ്പം എന്താന്ന് നമുക്ക് നോക്കാം. എന്താ അയാൾ എന്ത് പണിയാണ് തരാൻ പോണെന്ന് നമുക്ക് നോക്കാം. രാവിലെ തന്നെ ഗായ്സ് കണ്ടത് കുത്തി ഇടണേണ് ഗായ്സ്. അതെനിക്ക് മനസ്സിലാക്കണം. ഞാൻ കിടക്കപ്പായത് ഇവിടെ ഞാൻ കിടന്നത് രാത്രി 2 മണിയൊക്കെ ആയി കിടന്നപ്പോൾ. കിടന്ന് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ 12 മണി അടുത്തായിരുന്നു. അതാണ് സംഭവം. അതാണ് ഇവിടെ കിടന്ന് ഇതായത്. അപ്പം എൻ്റെ പെണ്ണുമ്പോൾ കുത്തിയിടായിരുന്നു. കുത്തി ആകെ നെറുകേടായി കളഞ്ഞ്. രാവിലെ കണ്ട കണിയാണ് ഗൈസ്. കുട്ടുകടന്ന് ആ കയ്യിലിട്ട് കുത്തിയിരുന്നു ഗൈസ്. ഇതിങ്ങനെ തെമ്മാടത്തിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ പറയൂ, എന്ത് കുത്താണ് കൊടുത്തതെന്ന്. എന്തോ പണിയും കൊണ്ട് വന്നിട്ടുണ്ട് ഗായ്സ്. കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് വിഷമുണ്ടല്ലേ? ചീമക്കൊന്നല്ല, ആ വിളിക്കുന്നു. ആയിക്കോട്ടെ, ഉപ്പിട്ടാണ് ചവക്കടോ ചവിട്ടിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ രാവിലെ കിടക്കപ്പായത് എൻ്റെ നമുക്ക് വട്ടളകി. ഇവളത് വട്ടളകിട്ട് പുട്ടിനെ കുത്തിയിടായിരുന്നു ഗായ്സ്. നിങ്ങൾ മനസ്സിലാക്കണം. പുറകിൽ നിന്ന് കുത്തി അതിനെ കൊന്ന് കണ്ണട കടപ്പോക്കി ഒടിഞ്ഞൊടിഞ്ഞാണ് ഗായ്സ്. എനിക്ക് രാവിലെ തന്നെ മറ്റേ ഇലയിൽ പൊതിഞ്ഞിട്ട് ഉപ്പ് കൊണ്ട് വന്നേക്കണം. അതാ ഉപ്പിന്റെ ടേസ്റ്റാണ്. എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് ആ സാധനം അതിന്റെ ഇലയാണ്. ആ സാധനം തിന്നതിന് നിങ്ങൾക്ക് ഒരിക്കലും പറ്റൂല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സാധനം തിന്നതിന്. കഴിഞ്ഞ ദിവസം ആ സാധനം ഞാൻ തന്നെന്നും പറഞ്ഞ് നിങ്ങളെന്നെ ഉടുക്കത്തെ ചീത്ത അതെന്താ അതിലൊരു കായുണ്ട്. ആ കായ നിങ്ങൾക്ക് തന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെന്നെ ഒരുപാട് ചീത്ത
ഗായ്സ് രാവിലെ തന്നെ എൻ്റെ മോൻ പുത്രൻ പല്ലും കൂടി തേക്കാണ്ട് എല്ലാവരും കാണണം ഗായ്സ്. ഇവൻ്റെ ആ കയ്യിലിരിപ്പ് ഫ്ലൈറ്റ് വേണമെന്ന് കുപ്പി എടുത്ത് ഞാൻ നിങ്ങൾക്ക് ആ സാധനം ആ കാര്യം നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് ആയൊരു വെപ്രാളമാണ് വെപ്രാളം ചായൊരു ഇത് തല ഇറങ്ങിയിട്ട് വയ്യ കഴിച്ചിട്ട്. ഗായ്സ് എന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും കൊടുത്തിട്ട് ഞാൻ തലക്കിട്ട് കൊടുക്കുന്നു. നീ ഇന്നെങ്ങനെ തന്നെയല്ല എന്തായാലും 2 ദിവസം മിനിഞ്ഞാന്ന് തന്നു. ഞാൻ നിങ്ങളുടെ വായിൽ ഞാൻ വെച്ചതെന്ന് അറിയാണ്ട് പച്ചമുളകായിരിക്കും ഇത്രയ്ക്ക് കൊടുത്തിട്ടാണ് വായിൽ. ആ ഗായ്സ് അതെന്താ കാര്യം ഞാൻ പറയാം ഗായ്സ്, വേറെ ഒന്നുമല്ല. ഇതിന് കൊടുത്തത് അബദ്ധമായിപ്പോ ഗായ്സ്. ആ കുഞ്ഞു ഗ്ലാസ് കൊണ്ട് വരും. ഇപ്പൊ ഞാനില്ലേ ഏതെങ്കിലും കാലത്ത് ഒരു ബിയർ മേടിച്ചു കഴിഞ്ഞാലേ ഈ ഗ്ലാസ് അപ്പുറത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലേ അലമാരിലിരിക്കുകയാണെങ്കിലും തൊപ്പിയെടുക്കും എൻ്റെ മോൻ. അത് ചിരിക്കാണ്ട കള്ളച്ചിരി. എന്നിട്ട് ഇഷ്ടമായ സ്പ്രൈറ്റ് ഇഷ്ടമായ ബിയർ ഇഷ്ടമാണോ പൊന്നിന്? നീ കുടിക്കാറില്ല കള്ള. എന്നിട്ട് അവനിപ്പോ ഇഷ്ടമല്ലെന്ന് ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ വേണ്ടി അവൻ എന്നിട്ട് എന്നോട് പറയും ആ ഗ്ലാസ് കൊണ്ടുവന്നു അച്ഛ കുഞ്ഞെ നോക്കട്ടെ ഇത്തിരി. ഞാൻ പൊഴിച്ചു കൊടുക്കും. എന്താണ് നമ്മുടെ മോനിൽ ഇച്ചിരി കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന ആളെ എൻ്റെ മടിയിൽ കയറിയിരിക്കും. എന്നിട്ട് ഞാൻ ഗ്ലാസ്സിൽ ഒഴിക്കണമെന്ന് വെച്ച് അയാളുടെ ഗ്ലാസ് പെട്ടെന്ന് കുടിച്ച് തീർക്കും. എന്നിട്ട് എന്നെക്കാളും മുന്നേ കുടിച്ച് തീർത്തിട്ട് ആ കുഞ്ഞു ഗ്ലാസ്സിൽ അടുത്ത ഒഴിപ്പിക്കാനെ കൊണ്ട്. അതാണ് എൻ്റെ മോൻ്റെ പരിപാടി ഗായ്സ്. ഇന്നത്തെ പണിയിൽ കണ്ടില്ലേ ഗായ്സ്. അപ്പം എനിക്ക് പണി തന്നതിൽ പച്ചമുളകിൻ്റെ ഇലയാണ് തന്നത്. അപ്പം അത് ചൊറിഞ്ഞിട്ട് വയ്യ ഗായ്സ്, വേറെ ഒന്നുമല്ല. ചൂട് കുളിക്കാറില്ല. ഞാൻ എല്ലാ ദിവസവും കുളിച്ചിട്ടുണ്ട് ഗായ്സ്. ഇപ്പോഴത്തെ സോപ്പിലൊക്കെ പത കുറവാണ്, അതുകൊണ്ട് സോപ്പ് മൊത്തം പതയാവൂല. ഈ അച്ഛൻ്റെ ഒക്കെ നാട്ടിൽ പോകുമ്പോൾ അവിടെ കുളത്തിൽ പോയി കുളിച്ചിരുന്നു. ഇപ്പം കുളമൊക്കെ അടച്ചു പൂട്ടി. അവിടുത്തെ പുതിയ ഓരോ സഭക്കാർ പറയുന്ന അതിൻ്റെ മക്കള്. അതുകൊണ്ട് അവിടെ നിന്ന് കയറി കുളിക്കാൻ പറ്റണല്ലോ. ഇപ്പം നേരത്തെ അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. എന്താണെങ്കിൽ ഉള്ള കാര്യമില്ല പറയണം. അടച്ചുകൂട്ടിയ കുളം കാണിച്ചിട്ടാണ് കമ്പി വേല് വെച്ച് അടച്ചുകൂട്ടി അത് താഴിട്ട് വെച്ചേക്കാണ്. മരെന്തെന്ന് ആൾക്കാരാന്ന് വെച്ചാണല്ല, ആൾക്കാരൊന്ന് കുളിക്കണമെന്ന് സോപ്പാകുമ്പോൾ അതൊക്കെ വീണെന്ന് പറഞ്ഞു. നല്ല അടിപൊളി ഫുള്ള് ചരലാണ്. ആ ദേവിനെ കിട്ടിയേക്കണത് ആ കുളത്തിൽ നിന്നാണ് കിട്ടിയേക്കണത്. അതാണ് സംഭവം. ഞാനേ അവിടെ ടോർച്ച് നല്ല രാത്രി മുതലേ പുള്ളി ഓണാക്കി കിട്ടിയേക്കാണ്. അപ്പൊ ഗായ്സ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം. അപ്പൊ ഇന്നത്തെ ചളി വീഡിയോ കണ്ടില്ലേ ഗായ്സ്. അപ്പൊ ഞങ്ങളുടെ ചളി വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം, സപ്പോർട്ടൊക്കെ ചെയ്യണം അല്ലേ. എന്താടി തമാശക്കാണ് ഗായ്സ്. വേണ്ടില്ല, ഞാനില്ല. വയറ് കയ്യിലും കൊണ്ട് അടിക്കരുത്, എൻ്റെ കയ്യിലും കിട്ടും. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൈ കൊണ്ടൊന്നും ഞാൻ അടിക്കൂല, കൈ കൊണ്ട് അടിക്കുള്ളൂ. ഓർത്തണ്ട എനിക്ക് വയ്യ ഗായ്സ് രാവിലെ തന്നെ ഇടി പിടിക്കാനായിട്ട്. വേണ്ട മോളെ, കൈ വേന എടുക്കണ്ടട്ടോ എനിക്ക്. നീ കൈ ഹാൻഡ് പിടിക്കും പറ്റുള്ള നമ്മുടെ കുണ്ടി. നമ്മുടെ കുണ്ടി നിന്ന് ഞാൻ കുണ്ടിയില്ലേ ഗായ്സ്. നമുക്ക് കുണ്ടിയില്ല ഗായ്സ്, കുണ്ടിയില്ലാത്തവനാണ്. എനിക്ക് കുണ്ടിയുണ്ട്, എൻ്റെ മോന് കുണ്ടി, കുഞ്ഞി കുണ്ടി ഗായ്സ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കണം ഗായ്സ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ചളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ പറ. ബായ് പറ മോളെ, ബായ് പറ കുഞ്ഞാ. ആ ഇപ്പൊ ബായ് പറഞ്ഞു എൻ്റെ മോൻ.
ഇനി കുറച്ച് അറിയുമ്പോൾ എൻ്റെ മോനായിക്കോട്ടെ വീഡിയോ ചെയ്തു തന്നത്. അവനെ കൊണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്യിപ്പിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ബായ്.